നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഒരു മാസത്തെ പഞ്ചസാര ഒഴിവാക്കിയപ്പോൾ എൻ്റെ അടുത്ത് വന്ന പേഷ്യൻസിൽ സംഭവിച്ച അത്ഭുതകരമായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു മാസം കൊണ്ട് മുഖത്തിൻ്റെ ഷേപ്പ് മാറി, മുഖത്തിൻ്റെ നീരെല്ലാം വലിഞ്ഞ് ആ കണ്ണുകൾക്ക് ചുറ്റുമുള്ള കറുത്ത പാട് മങ്ങി, തേജസ്സും ഓജസ്സും 10 മടങ്ങായി വർദ്ധിച്ചു. രണ്ടാമത്തത്, വയറിൻ്റെ ഷേപ്പ് മാറി, കുടവയറ് കുറഞ്ഞു. കാരണം ലിവർ 2 തരത്തിലുള്ള ഇന്ധനമാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് കൊഴുപ്പ്, 2 പഞ്ചസാര. അപ്പം പഞ്ചസാര കട്ട് ചെയ്തപ്പോൾ കൂടുതൽ കൊഴുപ്പ് കത്തുകയും കുടവയറ് കുറയുകയും ചെയ്തു. മൂന്നാമത്തത്, ചർമ്മത്തിൻ്റെ ഷേപ്പ് മാറി. കാരണം ചർമ്മത്തിന് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന 2 സബ്സ്റ്റൻസസ് ആണ്. ഒന്ന് സൂര്യപ്രകാശത്തിലുള്ള അൾട്രാവയലറ്റ് റേസും, രണ്ടാമത് പഞ്ചസാരയും. അതുകൊണ്ട് പഞ്ചസാര കട്ട് ചെയ്തപ്പോൾ ചർമ്മത്തിൻ്റെ യൗവനം വീണ്ടെടുക്കാൻ സാധിച്ചു. നാലാമത്തത്, രക്തധമനികളുടെ സ്ട്രക്ചർ മാറി. ഹൃദ്രോഗത്തിനും സ്ട്രോക്കിനും പ്രധാന കാരണം കൊളസ്ട്രോളോ കൊഴുപ്പോ അല്ല, രക്തക്കൊഴലിൻ്റെ ഉൾഭാഗത്തുണ്ടാകുന്ന വിള്ളലും പൊട്ടലുമാണ്. അപ്പോൾ അമിതമായ പഞ്ചസാരയുടെ ഉപയോഗം രക്തക്കൊഴികളുടെ ഘടന മാറ്റുകയും രക്തക്കൊള്ളുകളെ ഡാമേജ് ചെയ്യുകയും ചെയ്യുന്നു. അഞ്ചാമത്തത്, അമിതമായ പഞ്ചസാര തലച്ചോറിൻ്റെ സ്ട്രക്ചർ മാറ്റും. കാരണം മനുഷ്യൻ്റെ തലച്ചോറ് നിർമ്മിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽ കൊഴുപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ കൂടുതൽ പഞ്ചസാര നമ്മുടെ തലച്ചോറിലെത്തുമ്പോൾ അത് തലച്ചോറിലേക്കുള്ള രക്തധമനികളെ ബാധിക്കുകയും ഓക്സിജൻ സപ്ലൈ കുറയുകയും ഹോർമോൺ പ്രൊഡക്ഷനെ കാതലായിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഡിമെൻഷ്യയ്ക്കും അൽഷിമേഴ്സിനും എല്ലാം ഒരു പ്രധാനപ്പെട്ട കാരണം അമിതമായിട്ടുള്ള പഞ്ചസാരയുടെ ഉപയോഗമാണ്. പഞ്ചസാരയുടെ പ്രധാനപ്പെട്ട 5 സൈഡ് എഫക്റ്റുകൾ നമ്മളിപ്പോൾ കണ്ടു. അത് കുടവയറുണ്ടാക്കുന്നതും നമ്മുടെ തലച്ചോറിൻ്റെ സ്ട്രക്ചർ മാറ്റുന്നതും രക്തക്കൊള്ളുകളെ ഡാമേജ് ചെയ്യുന്നതും മുഖത്ത് നീർക്കെട്ട് വരുത്തുന്നതെല്ലാം പഞ്ചസാരയാണ്. അതുകൊണ്ടാണ് മിക്ക രോഗികളും 1 മാസം കഴിഞ്ഞ് എൻ്റെ ക്ലിനിക്ക് വരുമ്പോൾ അവർ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമാണ് അവരുടെ സ്ട്രക്ചർ മാറുന്നത്. അപ്പോൾ ഈ 1960 മുതൽ മുൻപോട്ട് വന്ന ചില പഠനങ്ങളുണ്ട്. കൊഴുപ്പും കൊളസ്ട്രോളും ആണ് മിക്ക രോഗങ്ങളുടെയും പ്രധാനപ്പെട്ട വില്ലൻ എന്നാണ് 1960 മുതൽ പല മെഡിക്കൽ അസോസിയേഷൻസും കുട്ടിഘോഷിച്ചത്. അതുപോലെ അവരെ പറഞ്ഞു വെച്ച് വേറെ ഉണ്ട്, പഞ്ചസാര കഴിക്കുന്ന നല്ലതാണെന്നും പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? ജനങ്ങൾ മുട്ടയുടെ ഉണ്ണി കഴിക്കുന്നതും നെയ്യും വെണ്ണയും കഴിക്കുന്നതും റെഡ് മീറ്റ് കഴിക്കുന്നതെല്ലാം കുറച്ച് പഞ്ചസാര അടങ്ങിയ ഭക്ഷണം ധാരാളം അധികം കഴിക്കാൻ തുടങ്ങി, പ്രത്യേകിച്ച് ബേക്കറികളുടെ ആവിർഭാവത്തോടെ. അന്ന് മുതലാണ് ഈ പൊണ്ണത്തടിയും ഹൃദ്രോഗവും പ്രമേഹവും നമ്മുടെ കേരളത്തിൽ 100 ഇരട്ടിയായിട്ട് വർദ്ധിച്ചത്. അപ്പം ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു വസ്തുണ്ട്, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വിഷവസ്തുവാണ് പഞ്ചസാര. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ പഞ്ചസാരയുടെ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മോളിക്യൂൾ വേറെ ഒന്നുമില്ല. അതിലൊരു പ്രധാന കാരണം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന ഫ്രക്ടോസ് ഗ്ലൂക്കോസുമായിട്ട് സാമ്യമുള്ളതാണ്. പക്ഷേ ഈ പഞ്ചസാരയിലുള്ള ഈ ഫ്രക്ടോസ് ലിവറിൽ വെച്ച് എനർജിയായി മാറാനുള്ള കഴിവില്ല, ഊർജ്ജമായിട്ട് മാറാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഈ പഞ്ചസാരയുടെ ഒരു മിക്ക ഭാഗവും, ഒരു 100% ഈ പഞ്ചസാരയും ലിവറിൽ വെച്ച് കൊഴുപ്പായിട്ട് മാറുകയും അത് നമ്മുടെ അവയവങ്ങളുടെ ചുറ്റും അടിയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡർ. എന്തിനു പറയുന്നു? എലികൾക്ക് ഓറിയോ ബിസ്ക്കറ്റും കഞ്ചാവും കൊടുത്തപ്പോൾ എലികൾക്ക് അഡിക്ഷൻ വന്നത് ഓറിയോ ബിസ്ക്കറ്റിനോടാണ്. പഠനങ്ങളുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് കയറി നോക്കാം, ഇൻ്റർനെറ്റിൽ കയറി നോക്കാം. അമേരിക്കയിലെ ഒരു വിശ്വവിഖ്യാതമായ സർവകലാശാല നടത്തിയൊരു പഠനമാണ്. അതായത് നമ്മുടെ തലച്ചോറിലെല്ലാം നമുക്ക് പ്ലഷർ തരുന്ന ചില സെൻറ്ററുകളുണ്ട്. ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതാണ് നമുക്ക് അഡിക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ പഞ്ചസാര കഴിച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൂടുതൽ കഴിക്കാൻ തോന്നും. നമുക്ക് പ്ലഷർ തരുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് കഞ്ചാവിനൊക്കെ അഡിക്ഷൻ ഉണ്ടാകുന്നത്. ഇന്ന് ഒരു ഡോസ് വലിച്ചാൽ നാളെ കുറച്ചും കൂടെ കൂടുതൽ വലിക്കാൻ തോന്നുന്നു. കാരണം ഇത് നമ്മൾ ഈ പ്ലഷർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിക്കുമ്പോൾ ഡോപ്പമൈൻ എന്ന് പറഞ്ഞൊരു ഹോർമോണാണ് നമ്മുടെ തലച്ചോറ് ഉൽപ്പാദിക്കപ്പെടുന്നതും അതാണ് നമുക്ക് ആനന്ദം തരുന്നതും. അപ്പോൾ ഈ പഞ്ചസാര കഴിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് എലികൾക്ക് ഓറിയോ ബിസ്ക്കറ്റും കഞ്ചാവും കൊടുത്തപ്പോൾ കഞ്ചാവ് എലികൾ തൊട്ടില്ല, ഓറിയോ ബിസ്ക്കറ്റാണ് അവർ കഴിച്ചത്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അഡിക്ഷനാണ് ഈ പഞ്ചസാരയുടെ അഡിക്ഷൻ. പക്ഷേ അത് സോഷ്യലി ആക്സെപ്റ്റഡ് ആണെന്നുള്ളതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം എന്നുള്ളത്. അപ്പോൾ ഈ ഹോർലിക്സിലും ഒരു വളരെ സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. അമ്മയുടെ മുലപ്പാലിൽ കൂടുതലുള്ളത് കൊഴുപ്പാണ്. 60% എനർജി അമ്മയുടെ മുലപ്പാലിലെ എനർജി വരുന്നത് കൊഴുപ്പിൽ നിന്നാണ്. കാർബോഹൈഡ്രേറ്റ് വെറും 30% മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയുടെ കൊഴുപ്പും കൊളസ്ട്രോളും കൂടുതലുള്ള അമ്മയുടെ മുലപ്പാൽ കുടിക്കുമ്പോൾ
കുട്ടി നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കും. കുട്ടി നല്ല കുട്ടിക്ക് കവിളിൽ നിന്ന് വലിയ ചീർപ്പൊന്നും ഉണ്ടാകത്തില്ല. നല്ല അത്യാവശ്യം നല്ല ഒരു ആരോഗ്യമുള്ള ഒരു സ്ട്രക്ചറായിട്ട് ഉള്ളത്. പക്ഷേ ഈ അമ്മയുടെ മുലപ്പാൽ നിർത്തി ബേബി ഫുഡ് കൊടുക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാരയാണ് 80%, കൊഴുപ്പ് കുറവാണ്. ബേബി ഫുഡിനകത്ത് കൊഴുപ്പ് 20% താഴെയുള്ളൂ, പഞ്ചസാരയാണ് കൂടുതലുള്ളത്. പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റുമാണ് കൂടുതലുള്ളത്. അതായത് കൊഴുപ്പ് കുറഞ്ഞ പഞ്ചസാര കൂടുതലുള്ള ബേബി ഫുഡും ബിസ്ക്കറ്റും കൊടുക്കുമ്പോൾ കുട്ടി നല്ല തുടുത്ത് കുട്ടപ്പനായിട്ട് വരും. അത് മുഖമൊക്കെ ചീർത്ത് വരും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്, പഞ്ചസാരയും കാർബോഹൈഡ്രേറ്റുമാണ് അമിതവണ്ണം ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട മോളിക്കൂൾ. ഇത് കൊഴുപ്പും കൊളസ്ട്രോളുമല്ല. അതുപോലെ തന്നെ ഈ പഞ്ചസാര, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പഞ്ചസാര ലിവറിൽ വെച്ചിട്ട് കൊഴുപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡറിന് പ്രധാനപ്പെട്ട കാരണം. സുഹൃത്തുക്കളെ, 1980 90% ലിവർ ഡാമേജും ആൽക്കഹോളിക് ലിവർ ഇഞ്ചുറി ആയിരുന്നു, ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആയിരുന്നു 1980 വരെ. പക്ഷേ 2024 ആയപ്പോൾ 90% ലിവർ ഇഞ്ചുറിയും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡറാണ്. ആൽക്കഹോളിക് കൂടി ഉണ്ടാകുന്നത് വെറും 10% മാത്രമേ ഉള്ളൂ ഫാറ്റി ലിവർ. അപ്പോൾ ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസോർഡറിൻ്റെ പ്രധാനപ്പെട്ട കൾപ്രിറ്റ് പഞ്ചസാരയുടെ അമിത ഉപയോഗമാണ്. നമ്മൾ ചായയിൽ ഇട്ട് കുടിക്കുന്ന ഒരു സ്പൂൺ പഞ്ചസാരയല്ല ഇവിടെ പ്രശ്നക്കാരനായിട്ട് വരുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിനകത്തും ഇത് ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് ബിസ്ക്കറ്റ് ആയിക്കോട്ടെ, കേക്ക് ആയിക്കോട്ടെ, റസ്ക് ആയിക്കോട്ടെ, ചോക്ലേറ്റ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണ പദാർത്ഥങ്ങളിലും ഈ പഞ്ചസാര ഒളിഞ്ഞിരിപ്പുണ്ട്, നമുക്കറിയത്തില്ല. അപ്പോൾ ഈ പഞ്ചസാരയാണ് ഈ ഭൂമുഖത്തിലേക്ക് ഈ മനുഷ്യകുലത്തിന് ഇത്ര രോഗപീഠകൾ സമ്മാനിച്ച പ്രധാനപ്പെട്ട ഒരു വസ്തു. അതുപോലെ അമിതമായ പഞ്ചസാര കഴിക്കുമ്പോൾ അത് നമ്മുടെ രക്തത്തിൽ വെച്ച് ഏജ് എന്ന് പറഞ്ഞൊരു മോളിക്കൂളായിട്ട് മാറും. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എന്താണ്? അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് എന്നാണ് അതിൻ്റെ ഷോർട്ട് ടൈം വയ്ക്കുന്നത്. ഏജ്, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കലായിട്ട് മാറുകയും അത് രക്തക്കുഴലിൻ്റെ ഉൾഭാഗത്ത് ഈ വിള്ളലും പൊട്ടലും ഉണ്ടാക്കുകയും അവിടെ കൊളസ്ട്രോൾ അടിയാനുള്ള ചാൻസ് വർദ്ധിക്കുകയും ചെയ്യുന്നു. അതാണ് ഹൃദ്രോഗത്തിന്. അപ്പം കൊളസ്ട്രോൾ അല്ല ഇവിടെ പ്രശ്നം, രക്തക്കുഴലുണ്ടാകുന്ന വിള്ളലാണ് കൊളസ്ട്രോളിനെ അടിപ്പിക്കുന്നത്. അതുപോലെ അമിതമായ പഞ്ചസാര നമ്മുടെ ചർമ്മത്തിനെ ഡാമേജ് ചെയ്യും. ഈ ഏജ് എന്ന് പറഞ്ഞ സാധനം, അഡ്വാൻസ്ഡ് ഗ്ലൈക്കേറ്റഡ് എൻഡ് പ്രൊഡക്റ്റ്, നമ്മുടെ ചർമ്മത്തിനെ നശിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ എല്ലുകൾ, ഓസ്റ്റിയോപ്രോസിസ്, ഇഷ്ടംപോലെ പഠനങ്ങളുണ്ട്. അതുപോലെ അമിതമായ പഞ്ചസാര എന്ത് ചെയ്യും? നമ്മുടെ രക്തത്തിലെ കാൽഷ്യത്തിനെ കിഡ്നി കൂടെ പുറന്തള്ളപ്പെടുന്നത് കൊണ്ട് എല്ല് തേയ്മാനത്തിൻ്റെ ചാൻസും 10 മടങ്ങായിട്ട് വർദ്ധിക്കുന്നതായിട്ട് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു പ്രശ്നം, ഈ പഞ്ചസാര ക്യാൻസർ കോശങ്ങളുടെ നല്ലൊരു വളമാണ്. അതും വളരെയധികം പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. വാർബർഗ് ഫിനോമിന എന്ന് പറയും. വാർബർഗ് ഫിനോമിന എന്ന് പറഞ്ഞാൽ ക്യാൻസർ കോശങ്ങൾ സാധാരണ കോശങ്ങളെക്കാളും 10 ഇരട്ടി ഗ്ലൂക്കോസിനെയും പഞ്ചസാരനെയും ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഡിവിഷൻ നടക്കുന്നത്. ക്യാൻസർ കോശങ്ങളുടെ ഫേവററ്റ് ഫ്യൂവലാണ് പഞ്ചസാര. പിന്നെ ഒബേസിറ്റിക്ക് നിങ്ങൾ കൊഴുപ്പോ കൊളസ്ട്രോളോ ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല. നട്ട്സും കൊളസ്ട്രോളും കൊഴുപ്പും കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയും പഞ്ചസാര പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്ഭുതപരമായിട്ടുള്ള മാറ്റം കാണാം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ലിവർ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട 2 ഫ്യൂവൽ സോഴ്സാണ് ട്രൈഗ്ലിസറൈഡ്, കൊഴുപ്പും, രണ്ടാമത്തത് ഗ്ലൂക്കോസോ അല്ലെങ്കിൽ ഫ്രക്ടോസും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ പഞ്ചസാര ഒഴിവാക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ഒഴിവാക്കുമ്പോൾ ലിവർ കൊഴുപ്പിനെ എനർജിയായിട്ട് യൂസ് ചെയ്യുകയും കൊഴുപ്പ് കത്താൻ തുടങ്ങുകയും അമിതവണ്ണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇന്ന് മനുഷ്യകുലം അഭിമുഖീകരിക്കുന്ന പല മാരക രോഗങ്ങൾക്കും കാരണം ഒരു നീളം കൂടിയ ഒരു പുല്ലാണ്, ഒരു പുൽവർഗത്തിൽപ്പെട്ട ഒരു സസ്യം, അതാണ് കരിമ്പ്. പല്ല് കേടാകാൻ വരെ ഒരു കാരണം ഈ പഞ്ചസാരയാണ്. അതുകൊണ്ട് ഈ പുല്ലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പഞ്ചസാര ഒരു ആറ്റം ബോംബിനേക്കാളും ഡേഞ്ചറസ് വസ്തുവാണ്. അപ്പം നിങ്ങൾ ഡീറ്റോക്സ് എന്ന് പറയുമല്ലോ, 1 മാസം ഷുഗർ ഒഴിവാക്കി ഷുഗർ ഡീറ്റോക്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അത്ഭുതകരമായിട്ടുള്ള രൂപമാറ്റം നിങ്ങളിൽ കാണാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്.